ദാവൂദ്, ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഈ സന്തോഷ് കുമാറിനെ പോലുള്ളവർക്ക് എത്ര നാൾ അവിടുത്തെ വോളണ്ടിയർ സംഘടനകളുണ്ടല്ലോ, ഇപ്പോൾ ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ്, അതുപോലെ WHO, UNICEF, ഇവർക്കൊക്കെ എത്ര നാൾ പ്രവർത്തിക്കാൻ കഴിയുമോ? അല്ല, ഇപ്പോൾ സന്തോഷ് കുമാർ MSFൻ്റെ മെഡിക്കൽ സയൻസ് ഫൗണ്ടേഴ്സിൻ്റെ പ്രവർത്തകനായിട്ടാണ് അതുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ കാണേണ്ട കാര്യം, UN-ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, UN-ൻ്റെ തന്നെ ഏറ്റവും കൂടുതൽ സ്റ്റാഫുള്ള, ഏറ്റവും കൂടുതൽ ബജറ്റുള്ള ഒരു ഏജൻസിയാണ് യുനർവ എന്ന് പറയുന്നത്, യുണൈറ്റഡ് നാഷൻസ് റിലീഫ് വർക്ക് ഏജൻസി എന്ന് പറയുന്നത്. ഇപ്പോൾ യുനർവയുടെ ഏറ്റവും അധികം ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു ഏരിയയാണ് ഗസ. നമ്മൾ ഐക്യരാഷ്ട്രസഭ രൂപീകരിക്കപ്പെട്ടതിന് ശേഷമുള്ള ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിംഗിൾ ഇവൻറ്റിൽ ഏറ്റവും അധികം UN സ്റ്റാഫ് കൊല്ലപ്പെടുന്ന ഒരു ഇവൻ്റാണ് ഗസ ഈ വംശഹത്യ എന്ന് പറയുന്നത്. ഈ 300 ചില്ലാൻ UN സ്റ്റാഫ് കൊല്ലപ്പെട്ടു. നോക്കൂ, സാമാന്യമായിട്ട് ലോകത്ത് ഏത് കോൺഫ്ലിക്റ്റ് സോണിലും ഭയമില്ലാതെ കടന്നു ചെല്ലുവാൻ, എന്താണ് സെക്യൂർഡായിട്ട് കടന്നു ചെല്ലാൻ സാധിക്കുന്ന ഒരു ഏജൻസി ആണെന്ത് UN എന്ന് പറയുന്നത്. UN-ൻ്റെ പ്രവർത്തകർ എല്ലാവരുടെയും പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ ഈ UN-ൻ്റെ ഒരാളെ ആക്രമിക്കുക, കൊല്ലുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാമാന്യമായിട്ട് ലോകതലത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടാകേണ്ടതാണ്. പക്ഷേ 300 ചില്ലാൻ UN സ്റ്റാഫ് ഒരു സിംഗിൾ ഇവൻറ്റിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് അസാധാരണമായിട്ടുള്ളൊരു സാഹചര്യമാണ്. UN-ൻ്റെ ചരിത്രം അങ്ങനെ ഉണ്ടായില്ല, ലോകത്തിൻ്റെ ചരിത്രം അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷെ അതൊരു വിഷയമാവുന്നില്ല. എന്നതിന് ശേഷം 300 ചില്ലാൻ UN സ്റ്റാഫ് കൊല്ലപ്പെട്ടതിന് ശേഷം നടക്കുന്ന UN ജനറൽ അസംബ്ലിയിൽ എന്താ സംഭവിക്കുന്നത്? നെതന്യാഹു അവിടെ പോയി സുഖമായി പ്രസംഗിച്ചു പോരുന്നു. അവിടെ പ്രസംഗിക്കാൻ മഹ്മൂദ് അബ്ബാസിന് വിസ ലഭിച്ചിട്ടില്ല. പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന് വിസ ലഭിച്ചിട്ടില്ല. ഒരു UN ജനറൽ അസംബ്ലിയിൽ പ്രസംഗിക്കാനുള്ള ഒരു ഡിപ്ലോമാറ്റ് അല്ലെങ്കിൽ ഒരു ഹെഡ് ഓഫ് സ്റ്റേറ്റ്, അദ്ദേഹത്തിന് വിസ നിഷേധിക്കുവാൻ നിയമപരമായി അമേരിക്ക അവകാശമില്ല. അൺടിൽ ആൻഡ് അൺലെസ് ഹിസ് പ്രസൻസ് വിൽ മേക്ക് സെക്യൂരിറ്റി ഇഷ്യൂസ് ഇൻ ന്യൂയോർക്ക് സിറ്റി എന്ന് അമേരിക്കക്ക് ബോധ്യപ്പെടുന്നത് വരെ ഈ പെർട്ടിക്കുലർ മനുഷ്യൻ ന്യൂയോർക്ക് സിറ്റിയിൽ വന്നാൽ അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാവും എന്ന് കണ്ടാലല്ലാതെ വിസ നിഷേധിക്കാൻ അമേരിക്ക അവകാശമില്ല. അത് ലോ ആണ്. പക്ഷെ എന്നിട്ടും ഈ മനുഷ്യന് വിസ നിഷേധിച്ചു. മഹ്മൂദ് അബ്ബാസ് വീഡിയോ കോൺഫറൻസിങ്ങിലൂടെയാണ് UN ജനറൽ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്നത്. 300 ചില്ലാൻ UN സ്റ്റാഫിന് വെടിവെച്ച് വന്ന നെതന്യാഹു അവിടെ സുഖമായി പ്രസംഗിച്ചു പോരുന്നു. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതാണ് നമ്മുടെ ലോകക്രമം. ഇസ്രായേലും അമേരിക്കയും നേതൃത്വം കൊടുക്കുന്ന ലോകനീതി എന്ന് പറയുന്നത് ഇത് പലസ്തീൻ പ്രശ്നത്തിൻ്റെ മർമ്മം ഇത് തന്നെയാണ്. ഈ പറയുന്ന ലോകക്രമമാണ് പലസ്തീൻ പ്രശ്നത്തിൻ്റെ മർമ്മം എന്ന് പറയുന്നത്.